ലീഡ് വരികയാണ്. നേരത്തെ അബ്ദുൾ റഷീദ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ മാറ്റിയേ സ്വർണ്ണപ്പാടികൾ മാറ്റിയേ ശാസ്ത്ര
നാടിന്റെ നന്മ ലക്ഷ്യമായി ഈരോടെ ഒരുമിക്കമൊരു മനമായി നമ്മൾ സാരഥി ശക്തി പകരാൻ നാടാകെ വികസന തുടിപ്പറിയാൻ വന്നേ ജനമനമറിയണ നേതാവേ നല്ല നാളേക്കായി നമ്മൾ നൽകിടാം വോട്ട് ജയക്കൊടിവാനിൽ പറത്തിടമൊന്നായി വന്നേ 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 ഇതാ ഇതാ വന്നേ വന്നേ പ്രിയ നേതാരി വന്നല്ലോ നാടിന്റെ നാടിന്റെ നന്മ ലക്ഷ്യമായി വീരോടെ ഒരുമിക്കാം ഒരു മനമായി നമ്മൾ സാരഥി ശക്തി പകരാൻ നാടാകെ വികസന തുടിപ്പറിയാൻ വന്നേ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തെ ഭരിച്ചുപിടിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ അന്ത്യം വെച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് അത്യുജ്വല വിജയം സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു ജനവിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ജനവിധിയെ ഭൂരിപക്ഷത്തെ മുന്നണിയിലെ പ്രവർത്തകരെ ഈ കൊടും വെയിലത്ത് നിർത്തി ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചുപിടിച്ചു ഒരു ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരു കേരളം കെട്ടിപ്പടുക്കണമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു തിരിച്ചറിവാണ് ഈ ജനവിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജനവിധി മനസ്സിലാക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഒരു നല്ലൊരു കെട്ടിടപ്പുള്ള ഒരു ഭരണ സംവിധാനം ഈ നല്ല ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരു കേരളം കെട്ടിപ്പടുക്കൽ അതിനുവേണ്ടി ഇവിടെ പ്രവർത്തിച്ച ഈ നമ്മുടെ മണ്ഡലത്തിലോ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഏറ്റവും പ്രിയപ്പെട്ട എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. നന്ദിയല്ല, ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. എത്ര വർഷക്കാലമായി 40 വർഷത്തോളമാണെന്ന് ഇടുക്കി പാർലമെന്റ് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഒരു കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടാതെ ഈ കാലത്ത് നമുക്ക് 2140 വോട്ടിന്റെ നമ്മുടെ പഞ്ചായത്തിൽ 2140 വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മൾ നേടിക്കൊടുത്തു. എന്തുകൊണ്ടും നമുക്കറിയാം 25 വർഷക്കാലം ഇടുക്കി ജില്ലയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് റോഷി ജംഗ്ഷൻ എന്ന വ്യക്തിയെ നമ്മൾ ചക്കാമ്പുഴയ്ക്ക് പറഞ്ഞയച്ചതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട റോയ് ചേട്ടൻ ജയിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പറയാം, ഖജനാവ് ശൂന്യമാക്കിക്കൊണ്ടാണ് അവരെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. എങ്കിലും നമ്മുടെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ നമുക്ക് പഞ്ചായത്തുണ്ട്, ബ്ലോക്കുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഇപ്പോൾ നമുക്ക് അസംബ്ലിയും അതായത് പാർലമെന്റും കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ടൂറിസം ഉൾപ്പെടെയുള്ള
മേഖലകളിൽ ഇവരുടെ എല്ലാം കയ്യൊപ്പ് പതിക്കും. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വെയിലത്തും ഇവിടെ എത്തിച്ചേർന്ന UDF പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞാൽ തീരെയല്ല. എങ്കിലും നന്ദി നന്ദി നന്ദി. കേരളത്തിൽ ഭരണമില്ലാതെ ഇരുന്നിട്ടും ഒരുപാട് ദുരിതങ്ങള് പിണറായി വിജയന്റെ പോലീസിൽ നിന്നും ലാത്തിക്കടിയേറ്റ് കണ്ണും കൈയും കാലും നഷ്ടപ്പെട്ട് തല്ലി ഒടിക്കപ്പെട്ട് എത്ര ആളുകളാണ് നിഷ്കരണം ഓരോ സമരങ്ങളിൽ അടിപ്പെട്ടു പോയത്. എന്നാലും അതിൽ അടിപതറാതെ മുന്നോട്ട് പോകാതെ അതിശക്തമായ രീതിയിൽ ഓരോ സമരങ്ങളും മുന്നോട്ട് നയിച്ചുകൊണ്ട് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് നമ്മൾ ഈ ഭരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനോടുള്ള ജനകീയ പ്രക്ഷോഭം, ഈ അഴിമതി ഭരണത്തോടുള്ള ഈ സാധാരണക്കാരായ ആളുകളുടെ ആ വിദ്വേഷം, ഈ ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഉത്സവമാക്കി തീർക്കുവാൻ ഈ കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ UDFനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന് തുല്യമാണ് ഈ അത്യുജ്വല വിജയം. ഈ കേരളത്തിൽ മുഴുവൻ UDFന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ്. ആ കൊടുങ്കാറ്റ് നിലനിർത്തിക്കൊണ്ട് ഈ കേരളത്തിന് വേണ്ട വികസനം കൊണ്ടുവരുവാൻ സാധാരണക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ദുരിതങ്ങളെ ഏറ്റുവാൻ വേണ്ട ഭരണം UDF ഗവൺമെന്റ് കാഴ്ചവെക്കുമെന്നും നല്ലൊരു ഗവൺമെന്റിന്റെ ഭരണം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കോരിവെയിലത്ത് എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ UDF പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്.